ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു എഗ്ഗ് റെസിപ്പിയാണേ. ഒരു എഗ്ഗ് മസാല ഉണ്ടാക്കാനേ. അതിന് വേണ്ടിയിട്ട് 6 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വലിയ സവോള കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു കഷ്ണം ചിക്കൻ പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കേ. ഒരു കഷ്ണം ചിക്കൻ, ഒരു കപ്പ് ചിക്കൻ ഉണ്ടേ. അതിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളേ. അപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇപ്പോൾ സ്റ്റൗ ഓണാക്കേ. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണയൊന്ന് ചൂടാകട്ടെ. ചൂടായ എണ്ണയിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ പൊട്ടിയ കടുകിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, ഒരു 6 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 സവാള കൊത്തി വരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല വഴറ്റിയെടുക്കണേ. ഇതിനകത്ത് ശകലം ഉപ്പിട്ട് കൊടുക്കേ. ഇത് നല്ലതൊന്ന് വഴന്നു വരട്ടെ. നോക്കിയേ, നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് തീ ഒന്ന് കുറയ്ക്കേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളക് പൊടിയാണേ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയേ, ഇനി ഇതിലോട്ട് 2 തക്കാളി, ഇടത്തരം തക്കാളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഈ ഒന്ന് കൂട്ടെ, ഞാൻ കുറച്ചിട്ട്. ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വേണം. ഇതൊന്ന് കവർ ചെയ്യേ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. സിമ്മിൽ കിടക്കട്ടെ. സിമ്മിലും നമ്മളെ തക്കാളിയൊക്കെ നോക്കേ.
എല്ലാം വെന്തേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിനകത്തോട്ട് ഒരു വലിയ ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞതേ അത് ഇട്ട് കൊടുക്കുക. തീ കൂട്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ശകലം ഉപ്പല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യേ. ഇത് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ. തീ മീഡിയത്തിലോട്ടാക്കാൻ ഇങ്ങനെ കിടക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ട റെഡിയാക്കാം. ഞാൻ 6 മുട്ട എടുത്ത് വെച്ചിട്ടില്ലേ, ഈ മുട്ടയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഫ്രഷ് മല്ലിയില, വേണ്ടാത്തവർക്ക് ഇടണ്ട, കുറച്ചുപ്പേ. കാര്യം മറ്റേ കറിയിലും മസാലയിലും എല്ലാം ഉപ്പില്ലേ. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മൾ മസാല നോക്കേ. സിമ്മിലായിട്ട് കൊടുത്തേക്കുന്നേ. ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഈ സ്റ്റൗ കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മളെ എണ്ണ ചൂടായി, തീ കുറയ്ക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മസാലയല്ല മുട്ട മസാലയൊക്കെ ചേർത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം കൂടെ തീയിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ചിക്കനില്ലേ പൊടിച്ച് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കേ. നമ്മുടെ മുട്ട ഇത് കുറയ്ക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇത് മതിയേ, അങ്ങനെ കിടക്കട്ടെ.
ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തേ. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചിടേ, ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ, 1 മിനിറ്റ് കിടക്കട്ടെ. തീ സിമ്മിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ മസാല നോക്കാം. ഇതിലോട്ട് ഒരു 3 സ്പ്രിംഗ് അണിയൻ അരിഞ്ഞതേ അത് ഇട്ട് കൊടുക്കാം. ഇത് ഒരു മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ കൂട്ടണ്ട, ഇതുപോലെ കിടന്നാൽ മതി. നമ്മളെ മസാല നോക്കേ, നല്ല മണം. ഇനി ഇതിനകത്ത് നോക്കട്ടെ. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ മുട്ടയില്ലേ, ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ. നല്ല മണവേ. ഇനി ഇതിലോട്ട് കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില. എന്താ രസം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫാക്കാം. മതി, ഗ്യാസ് ഓഫാക്കിയേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ എഗ്ഗ് മസാല നോക്കേ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്. ഞാനിപ്പോൾ 1-2 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ പറ്റുന്ന സംഗതി. നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത്. ചിക്കൻ ഇടണ്ടെങ്കിൽ ചിക്കൻ ഇടട്ടെ, ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. ചിക്കൻ ഇടാതിരുന്നാൽ മാത്രം മതി, ചിക്കൻ വേണ്ടെങ്കിൽ. നല്ലൊരു മണം. അപ്പോൾ ഞാൻ താഴോട്ട് നിർത്തി വെക്കട്ടെ. നമുക്ക് എഗ്ഗ് മസാല പ്ലേറ്റിലോട്ട് പകർന്ന് വെക്കേ. ഓക്കെ, എന്താ ഭംഗി എഗ്ഗ് മസാല കാണാൻ. അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്തൊരു ശക്കല ഉണ്ടെങ്കിൽ അയ്യോ എന്താ ടേസ്റ്റ് എന്നറിയാവോ. പിന്നെ എരി വേണമെന്നവർക്ക് കുറേ എരി ഇട്ട് കുരുമുളകിൻ്റെ ഇട്ട് കൊടുക്കാം, മറ്റേ മുളക് ഇട്ട് കൊടുക്കാം, പച്ചമുളക് വേറെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരി ഓരോരുത്തരും ഇത് ഇഷ്ടം അനുസരിച്ചേ. അപ്പം ഇത് നല്ലതാണ് ചോറിനൊക്കെ. ചോറിനും നല്ലതാണ്, ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.